ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ വെലി ഗ്രൗണ്ട് ഏരിയയിലാണ്. അതെ, കൊച്ചിൻ കാർണിവലിൻ്റെ പ്രധാന വേദികളിലൊന്ന്. കാർണിവൽ തുടങ്ങാൻ ഇനി ജസ്റ്റ് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ KB ജേക്കബ് റോഡ് കണ്ടോ? ഇപ്പോൾ അത്യാവശ്യം തിരക്കൊഴിഞ്ഞു കിടക്കുകയാണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടം ജനസാഗരമാകും. റോജർ സോഫ്റ്റിൻ്റെ ബോർഡും ആൽമര തണലിലെ കാത്തിരിപ്പ് കേന്ദ്രവും വഴിയോരത്തെ ബലൂൺ കച്ചവടക്കാരുമെല്ലാം കാർണിവലിനെ വരവേൽക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ മരത്തണലിലൂടെ നടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, കാർണിവൽ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള കൊച്ചിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. കാത്തിരിപ്പിന്റെ വിരാമം. ഇതാ കൊച്ചിൻ കാർണിവലിന് തുടക്കമായി. കുറച്ചു മുൻപ് നമ്മൾ കണ്ട ഒഴിഞ്ഞ വഴികളൊക്കെ ഇപ്പോൾ ജനസാഗരമായി മാറിയിരിക്കുകയാണ്. ആകാശത്ത് വെള്ളി നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന തോരണങ്ങൾ, അതിനു താഴെ കാർണിവൽ, വിസ്മയം കാണാൻ കാത്തു നിൽക്കുന്ന ആയിരങ്ങൾ. ഫോർട്ട് കൊച്ചിയുടെ തെരുവുകൾ ആഘോഷലഹരിയിലേക്ക് വഴുതി വീണു കഴിഞ്ഞു. നാടും നഗരവും വിദേശികളുമെല്ലാം ഈ വർണ്ണാഭമായ കാഴ്ചയുടെ ഭാഗമാവുകയാണ്. ഇനി അങ്ങോട്ട് ആഘോഷങ്ങളുടെ നിമിഷങ്ങളാണ്. നമുക്ക് ഈ തിരക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ദാ കാർണിവൽ റാലി അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് മാറുകയാണ്. നിറപ്പകിട്ടാർന്ന വേഷങ്ങളിൽ കൊച്ചു കൂട്ടുകാർ എത്തിക്കഴിഞ്ഞു. നോക്കൂ, വെറും കാഴ്ചകൾ മാത്രമല്ല, ചിന്തിപ്പിക്കുന്ന സന്ദേശങ്ങളും ഇവർ നമുക്ക് തരുന്നുണ്ട്. ആ കുട്ടിയുടെ വേഷം കണ്ടോ? സ്മാർട്ട് ഫോണിൻ്റെ അമിത ഉപയോഗം നമ്മളെ എങ്ങനെയാണ് ബന്ധങ്ങളിൽ നിന്ന് അകറ്റുന്നത് എന്ന് വളരെ മനോഹരമായി, എന്നാൽ ഗൗരവത്തോടെ അവർ അവതരിപ്പിക്കുന്നു. വർണ്ണങ്ങൾക്കൊപ്പം നല്ല ആശയങ്ങളും ചേരുമ്പോഴാണ് കാർണിവൽ കൂടുതൽ മനോഹരമാകുന്നത്. ഇതാ, നമ്മൾ കാത്തിരുന്ന കാഴ്ചകൾ വന്നെത്തി. കൊച്ചിയുടെ തെരുവുകൾ ഇപ്പോൾ വർണ്ണങ്ങൾ കൊണ്ട് നിറയുകയാണ്. ചിത്രശലഭങ്ങളായും സാമൂഹ്യ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്ലോട്ടുകളായും ഓരോരുത്തരും കടന്നു വരുന്നു. ഓരോ ഫ്ലോട്ടും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. കാണികളുടെ ആവേശവും കൂടെയാകുമ്പോൾ അന്തരീക്ഷമാകെ മാറിമറിഞ്ഞു. ഇനി എങ്ങോട്ട് വിസ്മയങ്ങളുടെ ഘോഷയാത്രയാണ്.
സത്യം പറയാലോ, ഇത് ശരിക്കും കണ്ണിന് ഇമ്പം നൽകുന്ന കാഴ്ച തന്നെയാണ്. എങ്ങോട്ട് നോക്കിയാലും നിറങ്ങൾ മാത്രം. ഓരോ ഫ്ലോട്ടും ഓരോ വേഷവും കൊച്ചിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ്. കണ്ടു മടുക്കാത്ത, വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന വർണ്ണവിസ്മയം. ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സ് തനിയെ നിറഞ്ഞു പോകും. എന്തൊരു ഭംഗിയാണല്ലേ, വാക്കുകൾക്ക് അതീതം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തിരക്കും ബഹളവും എല്ലാം മറന്ന് വെറുതെ ഈ കാഴ്ചകളിലേക്കൊന്ന് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ഓരോരുത്തരും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. കൊച്ചിൻ കാർണിവൽ എന്നത് വെറുമൊരു ആഘോഷമല്ല, അതൊരു വികാരമാണെന്ന് പറയുന്നത് വെറുതെയല്ല. ശരിയല്ല, ശരിക്കും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ. Vaya, paiti ഇടയ്ക്ക് കുറച്ച് തമാശകളാകാം. സീരിയസ് വേഷങ്ങൾക്കിടയിൽ കാണികളെ ചിരിപ്പിക്കാനെത്തുന്ന ഇത്തരം സംഘങ്ങളാണ് ഘോഷയാത്രയുടെ എനർജി. ആളുകളുടെ റിയാക്ഷൻ കണ്ട് കുട്ടികളും മുതിർന്നവരുമെല്ലാം ഫുൾ ഹാപ്പിയാണ്. ചിരിച്ചും ചിരിപ്പിച്ചുമാണ് ഈ ആഘോഷം മുന്നോട്ട് പോകുന്നത്. ജാതിമത വർണ്ണ വർഗത്തിന്റെ പേരിൽ മനുഷ്യർ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നു, അടിമകളാക്കപ്പെടുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. വ്രണപ്പെടുത്തുന്ന അധികാരവർഗവും ഭരണാധികാരികളും കൊളോസിയത്തിന്റെ മറ്റൊരു രൂപമായി ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. രാഷ്ട്രം രാഷ്ട്രത്തിനെതിരായും മനുഷ്യൻ മനുഷ്യനെതിരായും നീങ്ങുമ്പോൾ നമ്മുടെ നിലപാടുണ്ട്. കൈകോർക്കാം, നല്ല നാളേക്കായി
പ്രതീക്ഷയോടെ സിൽവസ്റ്റർ കൊച്ചി. രാത്രികാലങ്ങളിൽ നടക്കുന്ന ഈ ക്രൂര വിനോദങ്ങൾക്ക് വെളിച്ചം പകരാൻ അവർ ഉപയോഗിച്ചതാകട്ടെ മനുഷ്യ തീപ്പന്തങ്ങൾ. അധികാരവർഗത്തിന്റെ ക്രൂര വിനോദങ്ങൾക്ക് ഇരയായത് എത്രയോ നിഷ്കളങ്ക മനുഷ്യർ. ജാതിമത വർണ്ണ വർഗത്തിന്റെ പേരിൽ മനുഷ്യർ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നു, അടിമകളാക്കപ്പെടുന്നു, യുദ്ധങ്ങളുണ്ടാകുന്നു. അധികാരം നിലനിർത്താൻ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന അധികാര വലുതും രാഷ്ട്രം രാഷ്ട്രത്തിനെതിരായും മനുഷ്യനെതിരായും നീങ്ങുന്നു. നമ്മുടെ നിലപാടും കൈകോർക്കാം, നല്ല നാളേക്കാം. പ്രതീക്ഷയോടെ സിൽവസ്റ്റർ. സിൽവസ്റ്റർ കൊച്ചിൻ അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യം. വേട്ടയാടപ്പെടുന്ന മനുഷ്യർ അന്നും ഇന്നും. റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൂര വിനോദങ്ങളുടെ അടയാളം. റോമിലെ രക്തനിലമായ കൊളോസിയം. മനുഷ്യരും വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുന്ന ശക്തിയുടെ പരീക്ഷണശാല. അതികണ്ട് രസിക്കുന്ന ക്രൂരന്മാരായ ചക്രവർത്തിയും മറ്റ് ഭരണാധികാരികളും വിശ്വാസികളായ മനുഷ്യരെ പോലും കുറ്റവാളികളായി കണക്കാക്കി വന്യമൃഗങ്ങളുമായി. ഹോ, എന്തൊരു വെറൈറ്റി ആണല്ലേ! ഇതൊക്കെ കാണുമ്പോഴാണ് കാർണിവൽ കാണാമെന്നതിൻ്റെ ഗുണം കിട്ടുന്നത്. നിറങ്ങളും രൂപങ്ങളും കൊണ്ട് ഇവർ വിസ്മയം തീർക്കാൻ. ഈ വർഷത്തെ പ്ലോട്ടുകളെല്ലാം ഒന്നിനൊന്ന് സൂപ്പറാണ്. നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞാൽ പോരാ, വേറെ ലെവൽ ഐറ്റങ്ങളാണ് വരുന്നത്. ഈ പ്ലോട്ടുകളുടെ വലിപ്പവും അതിലെ ക്രിയേറ്റിവിറ്റി ഒന്ന് നോക്കൂ, സമ്മതിച്ചേ പറ്റൂ. ഇതിനൊക്കെ പിന്നിൽ എത്ര പേരുടെ രാപ്പകൽ നീണ്ട അധ്വാനമാണെന്നോ. ശരിക്കും അടിപൊളി. ഷിനിച്ചി എന്ന 4 വയസ്സുകാരനെ ഓർമ്മിക്കുമെങ്കിലും ലോകത്തെമ്പാടും യുദ്ധക്കെടുതികളാൽ പ്രായം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊച്ചിൻ ഫിലിംസ് നിശ്ചല ദൃശ്യം സമർപ്പിക്കുന്നു. കൊച്ചിൻ ഫിനിക്സ് അവതരിപ്പിക്കുന്നു യുദ്ധമേഖലയിലെ ബാല്യങ്ങൾ. യുദ്ധം മനുഷ്യരാശിയുടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആ നാട്ടിലെ കുട്ടികൾ തന്നെയാണ്. അവർക്ക് പഠിക്കാൻ ഇത് യുക്രൈനിലോ റഷ്യയിലോ പാലസ്തീനയിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ആകട്ടെ, അധികാരത്തിന്റെയും പണത്തിന്റെയും പേരിൽ ഒലിഞ്ഞു നിർത്തുന്ന മനുഷ്യവർഗത്തിന്റെ രാശിയുടെ വൈരാഗ്യത്തിന്റെ നിലകളാകേണ്ടി വരുന്നത് തീർച്ചയായും. ഇങ്ങനെ ഒരു ഡിജിറ്റൽ ദൃശ്യത്താൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. എന്നാൽ ഇത് അവതരിപ്പിക്കാതെ പോകാൻ ഞങ്ങൾക്ക് ആവുകയുമില്ല. 1945 ഓഗസ്റ്റ് 6 Thank you.
ആതിര ആർട്സ് വെൽഫെയർ അസോസിയേഷൻ തോപ്പുംപടി അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യം കള്ളിയങ്കാട്ട് നീലി. നീലി, കള്ളിയങ്കാട്ടിലെ നീലി, സൂര്യപ്രകാശം ഇഷ്ടമല്ലാത്ത രാത്രിയുടെ രക്തദാഹിയായ കാവൽക്കാരി. നീലി എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെയുള്ള ദുഷ്ടന്മാരെ കണ്ടെത്തി കൊന്ന് അവരുടെ ചോര കുടിക്കും. നല്ലവർക്ക് അവളൊരു ദേവിയാണ്, അല്ലാത്തവർക്ക് യക്ഷിയും. രാത്രിയുടെ ഭീകരതയിൽ ഇരുൾ പടരുമ്പോൾ കള്ളിയങ്കാട്ടിലെ പാലപ്പൂക്കളുടെ മണം കാറ്റിൽ അലിഞ്ഞു ചേരും. അത് നീലിയുടെ വരവറിയിക്കുന്ന അടയാളമാണ്. ചിലമ്പൊച്ചകൾ കേൾക്കാത്ത നിഴലുകൾ പോലും വെറുമൊരു കൊലയാളിയല്ല, അനീതി ചെയ്യുന്നവരുടെ നെഞ്ചു പിളർന്ന് ആ ചോര കൊണ്ട് ദാഹമകറ്റുന്ന നീതി. മരപ്പൊട്ടുകളിൽ നിന്ന്, കാടിന്റെ മർമ്മരങ്ങളിൽ നിന്നും അനുഭവപ്പെട്ടാൽ തിരിഞ്ഞു നോക്കരുത്, അവൾ വരികയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് ശരിക്കും അറിഞ്ഞില്ലല്ലേ? പക്ഷെ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല മക്കളെ. ഇനിയാണ് കളി മാറുന്നത്. റാലി കഴിഞ്ഞു, ഇനി കൊച്ചിയെ ഇളക്കി മറിക്കാൻ DJ വരികയാണ്. എല്ലാവരും റെഡിയല്ലേ? ഇനി പാട്ടും ഡാൻസും മാത്രം നമുക്ക് തകർക്കാം. Everybody's in the house tonight. Everybody just have a good time. We gon' make you lose your mind. Everybody just go, go, roll again.
കാഴ്ച നോക്കൂ. സ്വർണ്ണ മഴ പെയ്യുന്ന പോലെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ആ വമ്പൻ മരം. അതിന് തൊട്ടരികിൽ തന്നെ ഇതാ കൊച്ചിയെ ഇളക്കി മറിക്കാൻ DJ സ്റ്റേജും. ഒരിടത്ത് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതി, തൊട്ടപ്പുറത്ത് ആഘോഷത്തിന്റെ ഇടിമുഴക്കം. വെളിച്ചവും ശബ്ദവും ഒന്നിക്കുന്ന ഈ രാത്രി ഇത് ഫോർട്ട് കൊച്ചിക്ക് മാത്രം സ്വന്തം. ആ മരത്തിലെ വെളിച്ചവും DJ ഫ്ലോറിലെ ലേസർ ലൈറ്റുകളും കൂടി ആയപ്പോൾ അന്തരീക്ഷം ആകെ മാറി. മരത്തണലിലെ തണുപ്പും DJയുടെ ചൂടും എങ്ങനെയുണ്ട്? ഇനി ഒന്നും നോക്കാനില്ല, ഈ വെളിച്ചത്തിലേക്ക് നമുക്കും കയറാം. Kochi, solta o energia!
ആ തിരക്കിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ വല്ലാത്തൊരു ആശ്വാസം. പക്ഷെ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു വിസ്മയമാണ്. എന്റെ സാറേ, ഈ കാഴ്ചയൊന്ന് നോക്കിയേ. ആയിരക്കണക്കിന് സ്വർണ്ണ ബൾബുകൾ കൊണ്ട് പൊതിഞ്ഞ ഈ മരം എന്തൊരു ഭംഗിയാണല്ലേ. ഇരുട്ടിൽ സ്വർണ്ണമഴ പെയ്യുന്ന പോലെ. കൊച്ചിൻ കാർണിവലിലെ ഏറ്റവും മനോഹരമായ ഫ്രെയിമുകളിൽ ഒന്നാണിത്. വെറുതെ നോക്കി നിന്നു പോകും. ഒരു മായാലോകത്തെത്തിയ പ്രതീതി. സ്വർണ്ണ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ മരം ശരിക്കും മനസ്സ് നിറയ്ക്കുന്ന ഒരു ദൃശ്യാനുഭവം തന്നെ. കാർണിവൽ ഗ്രൗണ്ടിലെ ആഘോഷങ്ങളിൽ നിന്ന് മാറി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു വിസ്മയം തേടിയാണ്. ഇതാണ് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൗസ്.
ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ? ഈ ഭീമൻ നക്ഷത്രം. രാത്രിയുടെ ഇരുട്ടിൽ നീല വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ നക്ഷത്രം കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. കൊച്ചിയിലെ ആഘോഷങ്ങളുടെ മറ്റൊരു മുഖമാണിത്. കണ്ണിന് കുളിർമയേകുന്ന, മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച. നോക്കൂ, എത്ര വലിപ്പത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾ ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ശരിക്കും ഒരു അത്ഭുതം തന്നെ അല്ലേ? ആ ലൈറ്റുകളും ആംബിയൻസുമൊക്കെ വേറെ ലെവലാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ ഈ മനോഹരമായ രാത്രിക്കിവിടെ തിരശീല വീഴുകയാണ്. ഓർമ്മയുണ്ടോ, നമ്മൾ ഈ യാത്ര തുടങ്ങിയത് വെളി ഗ്രൗണ്ടിലെ ആ ഒഴിഞ്ഞ വഴികളിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇല അനങ്ങുന്ന ശബ്ദം പോലും കേൾക്കാമായിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം ആ വഴികൾ ജനസാഗരമായി മാറുന്നതും കൊച്ചി ആവേശത്തിന്റെ കൊടുമുടിയിലെത്തുന്നതും നമ്മൾ കണ്ടു. വർണ്ണാഭമായ പ്ലോട്ടുകൾ, ചിന്തിപ്പിക്കുന്ന വേഷങ്ങൾ, കാതടപ്പിക്കുന്ന മേളങ്ങൾ, പിന്നെ നമ്മളെ ത്രസിപ്പിച്ച ആ DJ പാർട്ടിയും സ്വർണ്ണ വെളിച്ചത്തിൽ കുളിച്ചു നിന്ന ആ മരവും. ഒടുവിലിതാ ബിഷപ്പ് ഹൌസിലെ ഈ ഭീമൻ നക്ഷത്രത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ മനസ്സ് നിറയെ സന്തോഷം മാത്രം. കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്നത് വെറുമൊരു ആഘോഷമല്ല, അതൊരു വികാരമാണ്. ജാതിയും മതവും ഭാഷയും മറന്ന് മനുഷ്യർ ഒന്നായി ചേരുന്ന നിമിഷം. ഈ പുതുവർഷത്തിൽ ഈ നക്ഷത്രം പോലെ നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയിലൂടെ കൊച്ചിയുടെ ആവേശം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് കരുതുന്നു. ഇത്രയും നേരം എന്നോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല യാത്രകളും വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം. അതുവരെ ബൈ ഫ്രം കൊച്ചി.